ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പറയാൻ പോകുന്ന ടിപ്സുകളെന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വീടുകളിലൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു ടിപ്സാണ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മുടെയൊക്കെ ഫ്രിഡ്ജുകളിലും അതുപോലെ തന്നെ സിങ്കുകളിലും ഫ്ലാസ്കുകളിലുമൊക്കെ നിന്നൊക്കെ ഒരുപാട് ദുർഗന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ദുർഗന്ധങ്ങളൊക്കെ മാറ്റി അത് ഒരു ദുർഗന്ധങ്ങളൊക്കെ മാറുവാനുള്ള ടിപ്സുകളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലൂടെ ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതെന്തൊക്കെ ടിപ്സുകളാണെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഫ്രിഡ്ജിനുള്ളിലെ ദുർഗന്ധം മാറ്റാൻ ഒരു പാത്രത്തിൽ 3-4 കരിക്കട്ട എടുത്ത് ഫ്രിഡ്ജിൻ്റെ തട്ടിൽ വച്ചാൽ മതി. അതുപോലെ തന്നെ നാരങ്ങ നീര് പിഴിഞ്ഞ ശേഷം അതിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് ഫ്രിഡ്ജിൻ്റെ തട്ടുകൾ ഇങ്ങനെ ഇട്ട് വയ്ക്കുക. അപ്പോൾ ഈ ഫ്രിഡ്ജിലെ ദുർഗന്ധമൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ വാക്വം ഫ്ലാസ്കിലെ ദുർഗന്ധം അകറ്റാൻ 1 ടീസ്പൂണ് കടുക് അരച്ചിട്ട് വെള്ളത്തിൽ കലക്കി ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ച് അടുത്ത ദിവസം കഴുകിയെടുക്കുക. അപ്പം ഈ വാക്വം ഫ്ലാസ്കിൻ്റെ ഈ ദുർഗന്ധമൊക്കെ മാറുന്നതാണ്. അതുപോലെ അടുക്കളയിൽ സിങ്കിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം വിനാഗിരി തിളച്ച വെള്ളത്തിൽ ചേർത്ത് ഒന്ന് കഴുകിയാൽ മതി. അപ്പോൾ ആ സിങ്കിലെ ദുർഗന്ധമൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സിങ്കിലും വാഷ് ബേസിനുമുള്ള ദുർഗന്ധം അകറ്റാൻ ബൊറാക്സ് പൊടി വിതറി അരമണിക്കൂർ കഴിഞ്ഞ് ഉപ്പുവെള്ളം കൊണ്ട് കഴുകിയാലും നമുക്ക് ഇതിലെ ദുർഗന്ധങ്ങളൊക്കെ മാറ്റാവുന്നതാണ്. സിങ്ക്, വാഷ് ബേസിൻ, യൂറിനൽ തുടങ്ങിയ 2 കഷ്ണം പടിക്കാരം ഇട്ട് വച്ചാൽ ദുർഗന്ധം ഉണ്ടാകാറില്ല. അതുപോലെ വാഷ് ബേസിൻ, യൂറിനൽ, സിങ്ക് തുടങ്ങിയവയിൽ നിന്നും ദുർഗന്ധം ഉണ്ടാകാതിരിക്കാൻ വേറെ 2-3 പാറ്റ ഗുളികയും കൂടെ ഇട്ട് വയ്ക്കുക. അതുപോലെ മുറിയിൽ നിന്നും സിഗരറ്റിൻ്റെയും പുകയുടെയും ദുർഗന്ധമൊക്കെ അകറ്റാൻ ഒരു തട്ടത്തിൽ അല്പം വിനാഗിരിയോ അതുപോലെ അമോണിയ ലായനിയൊക്കെ കുറച്ച് പകർന്നു വയ്ക്കുക. അതുപോലെ പെയിൻറ്റ് ചെയ്ത തകര ടിന്നിൻ്റെ പെയിൻറ്റിൽ നിന്നും ഉള്ള ഗന്ധം മാറ്റുവാൻ വേണ്ടിയിട്ട് ടിന്നിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടി വെയിലത്ത് വയ്ക്കുക. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത മുറിയിൽ നിന്നും പെയിൻറ്റിൻ്റെ ഗന്ധമില്ലാതാക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഒരു പരന്ന പാത്രത്തിൽ അല്പം വിനാഗിരി എടുത്ത് ഒരു ദിവസം മുഴുവൻ അതൊന്ന് തുറന്നു വയ്ക്കുക. അപ്പോൾ ഈ ദുർഗന്ധമൊക്കെ മാറിക്കിട്ടുന്നതാണ്. അടുത്തതായി പാത്രത്തിൽ നിന്നും മണ്ണെണ്ണയുടെ ഗന്ധമില്ലാതാക്കാൻ എന്ത് ചെയ്യാമെന്ന് നോക്കാം. കടലെണ്ണ പാത്രത്തിൽ പുരട്ടിയ ശേഷം സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. പുതിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിലെ ദുർഗന്ധമൊക്കെ ഒഴിവാക്കാൻ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് കലർത്തി പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒഴിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകിയാൽ മതിയാകും. അതുപോലെ കൈകളിൽ നിന്നും മീനിൻ്റെ ഗന്ധം മാറ്റാൻ അല്പം നാരങ്ങ പുരട്ടിയ ശേഷം ഉപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് കൈകൾ കഴുകുക. ഇനി നാരകത്തിൻ്റെ ഇല കയ്യിലിട്ട് ഞെരടിയാലും മീനിൻ്റെ ഉളുമ്പ് നാറ്റമൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ചപ്പ് ചവറുകൾ ഇട്ട് വയ്ക്കുന്ന പാത്രത്തിലെ ദുർഗന്ധം അകറ്റാൻ അതിൽ 2-3 പാറ്റ ഗുളികളൊക്കെ ഇട്ട് വയ്ക്കുക. അതുപോലെ മുട്ട തറയിൽ വീണ് പൊട്ടിയാൽ അതിന് മീതെ ഒരു പിടി ഉപ്പ് വിതറിയിടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 1/4 മണിക്കൂറിന് ശേഷം തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ കറയും ദുർഗന്ധവുമൊക്കെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇനിയും പുതിയ നല്ല നല്ല ടിപ്സുകളുമായിട്ട് വരാം. ബൈ.